നിന്റെ കണ്ണ് ഹറാമെന്ന് കണ്ണിനെ സൂക്ഷിക്കുക. അങ്ങനെ ജീവിച്ചു നോക്കി. ഇൽമിൽ 100 കാണാം. ഇൽമെന്ന് പറഞ്ഞാൽ നുഖൂഷുകൾ, ഹുറൂഫുകളല്ല. ഇൽമ് പ്രകാശാണ്. ഇൽമ് പ്രകാശാണ്. ഇൽമ് പ്രകാശാണ്. അത് ഹൃദയത്തിലേക്കുള്ളതാണ്. ദിൽ സേ ദിൽ തക്, ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക്, മിനൽ ഖൽബി ഇലൽ ഖൽബ്. അതൊരു മനുഷ്യനിൽ കയറി കിട്ടിയാൽ ആ മനുഷ്യൻ രക്ഷപ്പെടും. അപ്പൊ അത് കിട്ടാനുള്ള വഴി ഇബാദത്തുകളിൽ താല്പര്യം ഉണ്ടാവുക, അച്ചടക്കുണ്ടാകുക, ആദരവുണ്ടാകുക, ലക്ഷ്യം ഉണ്ടാവുക. എന്തിനാ പഠിക്കുന്നത്? വെറുതെ ഈ കൊല്ലം ചില കുട്ടികളൊക്കെ ഉണ്ട്, ഈ കൊല്ലം കഴിഞ്ഞാൽ ഞാൻ വരൂല, വേറെ അതിന് പോകണം ഇതിന് പോകണം, പിന്നെ അടുത്ത കൊല്ലം പിന്നെയും വരും. എന്താണ് ഓനങ്ങനെ ലക്ഷ്യമൊന്നുമില്ല. അങ്ങനെ രാവിലെ ആകുമ്പോൾ മദ്രസ തുറക്കുക, അങ്ങനെ വരിക, പിന്നെ മദ്രസ കൂട്ടുപാട് പോവുക, പിന്നെയും വരിക. അങ്ങനെ 7 കൊല്ലം അറിയാതെ കഴിയും, 8 കൊല്ലം അറിയാതെ കഴിയും. അപ്പോൾ പിന്നെ ഓൻ ആലിമായി. ഓൻക്കെന്നെ അറിയില്ല ഓൻ എന്തായത്. ലക്ഷ്യമില്ല. അങ്ങനെയല്ല. നമുക്ക് നമ്മൾ അള്ളാന്റെ അടുക്കുമ്പോൾ എത്ര കുട്ടികൾ പഠനകാലത്ത് മരിക്കുന്നുണ്ട്, എത്ര കുട്ടികൾ മരിച്ചിട്ടുണ്ട്, എത്ര കുട്ടികൾ നമുക്ക് ദീർഘായുസ്സാഫിയത്ത് തന്നെ എത്ര കുട്ടികൾ മരിച്ചിട്ടുണ്ട്. നമുക്ക് കാരണം കുട്ടികൾ മരിച്ചിട്ടുണ്ട്. കൊലക്കൊല ഖബറിലെത്തി. പ്രായപൂർത്തി ആരോട് കൂടി ഹിസാബും തുടങ്ങി. എന്തൊക്കെയുണ്ടാവും നിങ്ങൾ ആലോചിച്ചു. ഇപ്പൊ എപ്പോഴും മരിച്ചാൽ നമുക്ക് എന്തുണ്ടാകുക? നമ്മളെന്തെങ്കിലും ലക്ഷ്യത്തിൽ അമൽ ചെയ്തിട്ടുണ്ടോ? മദ്രസന്റെ നിയമമായിട്ട് അമൽ ചെയ്തതാണോ? അതുകൊണ്ട് ഇത് നമ്മൾ ഉണ്ടാക്കേണ്ടതാണ്. നമ്മൾ താഴ്ചതിനെ നിൽക്കുക, നമ്മൾ കരയുക, നമ്മൾ ഖുർആന്റെ തിലാവത്ത് ഓതുക, നമ്മൾ ദിക്ർ ചെയ്യുക, ഹൃദയത്തിനെ വെളുപ്പിക്കുക. ഹൃദയം പ്രകാശിക്കുന്ന സാധനമാണ്. കണ്ണാടി, അതിൽ മുഖം കാണും, മനുഷ്യന്റെ പ്രതിബിംബം കാണിച്ചു തരും. എപ്പോഴാണ് അതത് നല്ല വെളിച്ചുള്ളതാണെങ്കിൽ അതിൽ ഫുള്ള് സോപ്പിന്റെ പതയും അതിൽ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ആയാലും പിന്നെ മുഖമൊന്നും കാണൂല. അത് തുടച്ച് നന്നാക്കുമ്പോഴും വലിയ ക്ലാരിറ്റി ഉണ്ടാവും, അത് വളരെ വൃത്തി ഉണ്ടാവും, നമ്മളെ പ്രതിബിംബം കാണും. ഇതേപോലെ ഹൃദയം ചളങ്ങുമ്പോൾ അള്ളാഹുവിന്റെ ഇൽമ് കയറും, അള്ളാഹുവിനെ അറിയാൻ തുടങ്ങും, മാരിഫത്ത് മനസ്സിലാവും, മാരിഫത്തിന്റെ പ്രതിബിംബം ഉണ്ടാവും ഹൃദയത്തിൽ. അതുകൊണ്ടാണ് ഇസ്തിഗ്ഫാർ ചെയ്യണം, ഇസ്തിഗ്ഫാർ ചെയ്യണം, അള്ളാഹുവിന്റെ ദിക്ർ ചെയ്യണം. ഇതൊക്കെ പഠന ഭാഗത്ത് ചെയ്യാനുള്ളതാണ്. നമ്മൾ വിചാരിക്കും നമ്മൾ കുട്ടി തന്നെയല്ലേ. 20 വയസ്സായാലും നമ്മൾ പറയും കുട്ടിയാണ്. നമുക്ക് പ്രായപൂർത്തിയായാലും കൂടി നമ്മൾ കുട്ടീൻ്റെ തെരച്ചെന്ന് കഴിഞ്ഞു. പിന്നെ മനുഷ്യനായി, നമുക്ക് ഏടായി, നമുക്ക് കിതാബായി. അതുകൊണ്ട് ഇതിനെ പറ്റി നല്ല പോലെ ആലോചിക്കണം. അതുകൊണ്ട് ഗുണങ്ങൾ ഉണ്ടാക്കണം. പഠിക്കണ കാലത്ത് തന്നെ മാഷാ അല്ലാഹ് ഗുണങ്ങൾ ഉണ്ടായാൽ ആ കുട്ടികൾ രക്ഷപ്പെടും. ആ കുട്ടികളെ വേർതിരിച്ചറിയാൻ പറ്റും തരത്തിൽ. അതുകൊണ്ട് നമ്മുടെ മദ്രസ കാലഘട്ടത്തിൽ നമ്മളിൽ തഖ്വ ഉണ്ടാക്കുക, ഉസ്താദുമാരുടെ തൃപ്തി നേടുക, ബഹുമാനിക്കുക, ഉസ്താദുമാരെ ആദരിക്കുക, പഠിക്കുന്ന കിതാബിനോട് ആദരവുണ്ടാകുക, ബഹുമാനവും സ്നേഹമൊക്കെ ഉണ്ടാകുക, പഠിക്കുന്ന കിതാബിനോട് ആദരവും സ്നേഹമൊക്കെ ഉണ്ടാകുക. അത് നിലനിർത്തണം. നമ്മളൊരു സ്ഥലത്ത് പഠിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മളൊരു കുറിപ്പായിട്ട് പോകണം. നമ്മുടെ ജീവിതത്തിനൊരു വഴിത്തിരിവുണ്ടാകണം. അതുകൊണ്ട് ഇബാദത്തുകളിൽ സ്വന്തം താല്പര്യം ഉണ്ടാകുക. മദ്രസയ്ക്ക് വേണ്ടി എല്ലാം ചെയ്യേണ്ടത് തന്നെ. തഹജ്ജുദിന് മദ്രസ ബെല്ലടിക്കും, മദ്രസയെ വിളിക്കും. അല്ല, നമ്മൾ അള്ളാഹുവായിട്ടുള്ള ആ രസത്തിൽ നിസ്കരിക്കുന്ന അവസ്ഥ ഉണ്ടാകുക. നമ്മൾ അതിനു വേണ്ടി ദുആ ചെയ്യുന്നവരായി മാറും. ആ ഹരം നമ്മളിൽ ഉണ്ടാകും. ആ ഹരം അപ്പം നമ്മളെ ഇൽമ് നാഫിയാവും. നബിതങ്ങൾ ഒരു ഇൽമിന് കാവലിന് ചോദിച്ചിട്ടുണ്ട്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫഅ. അപ്പൊ ഇൽമ് അങ്ങനത്തെ ഉണ്ട്, അങ്ങനത്തെ ഇൽമുണ്ട്. ആ ഇൽമ് വബാലാവും, നാശാവും. നമ്മളെ ഇൽമ് നാഫിയാവും. വഖുൽ റബ്ബി സിദ്നി ഇൽമ. നബിയെ തങ്ങൾ പറയുക, ചോദിക്കുക, റബ്ബി സിദ്നി ഇൽമ, എനിക്ക് ഇൽമ അധികരിപ്പിച്ചു തരുന്നേ. അതാണ് നാഫിയ ഇൽമ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിയ വറിസ്ഖൻ ത്വയ്യിബ
വഅമലൻ മുതഖബ്ബല. ഇത് ദുആയാണ്. ഇതൊക്കെ നമ്മൾ ഹൃദയംഗമായി ചോദിക്കണം. പഠിച്ചോളൂ, അങ്ങനെ ഒരവസ്ഥ നമ്മൾ മദ്രസയിലൂടെ കഴിഞ്ഞു പോകണമെങ്കിൽ മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്, നമ്മളെക്കാൾ ഭാഗ്യമുള്ള ഒരാള് ഭൂമിന്റെ തൊലിപ്പുറത്തുണ്ടാവില്ല. ഭൂമിന്റെ തൊലിപ്പുറത്തിലാണ് അത് വേറെ മനുഷ്യണ്ടാവില്ല. അതുകൊണ്ട് ഇൽമ് അങ്ങനെ കരുതാണ്. ഇൽമിന്റെ കാലഘട്ടങ്ങൾ നമ്മൾ അങ്ങനെ കഴിഞ്ഞുകൂടണം, അങ്ങനെ കഴിഞ്ഞുകൂടണം. ഇൽമിന്റെ കൂടെയുള്ള അമലാണ് ദഅവത്ത്. ഇൽമ് വേറെ, ദഅവത്ത് വേറെ അല്ല. ഇത് രണ്ടും ഒന്നാണ്. ലാസിം മൽസൂം പരസ്പരം പൂരകങ്ങളാണ്. സഹാബാക്കൾ ഒരു ഭാഗത്ത് പഠിക്കുന്നു, ഒരു ഭാഗത്ത് ദഅവത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. ചെറിയൊരു വലിയൊരൊക്കെ ഒരങ്ങനെ ദഅവത്ത് ചെയ്യണം. ദഅവത്ത് എന്ന് പറഞ്ഞാൽ നമ്മളെ ഒരു ജോലിയാണ്, ഒരു ഉത്തരവാദിത്തമാണ്. അത് എഹ്സാസ്, ഒരു വേദനയോട് കൂടി ഉണ്ടാവേണ്ടതാണ്. ഒരു ചടങ്ങായ കാര്യമില്ല. ഒരാൾക്ക് വേദന ഉണ്ടാവുകൊണ്ടാണ് കാര്യങ്ങൾ മനുഷ്യരെ രക്ഷപ്പെടുന്നത്. ഒരാൾ വെള്ളത്തിൽ പോയാൽ രക്ഷപ്പെടുത്തണം എന്നുള്ളത് സ്കൂളിൽ പഠിച്ചതിന്റെ പേരിൽ ചെയ്യേണ്ട പണിയല്ല. സ്കൂളിൽ പഠിച്ചതിന്റെ പേരിൽ ചെയ്യേണ്ട പണിയല്ല. സ്കൂളിൽ പഠിക്കാത്ത ആളും ചെയ്യും. ഒരു എഹ്സാസ്, ഒരു വേദന. ഒരാൾ വെള്ളത്തിൽ ഇങ്ങനെ മുങ്ങി കൊടുക്കണം. അവർക്ക് എന്തെങ്കിലും കാര്യമുണ്ടല്ലോ, മിനിമം ശബ്ദങ്ങളും ഉണ്ടാക്കണം, കാര്യമെങ്കിലും ചെയ്യും, ആൾക്കാരെ കൂട്ടെങ്കിലും ചെയ്യും. കാരണം എനിക്ക് വെള്ളത്തിൽ ചാടാൻ കഴിയില്ല, എനിക്ക് കാണാൻ, എനിക്ക് നീന്താൻ അറിയില്ല. പക്ഷെ ഒരാൾ പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയാം. അതൊരു എക്സാസാണ്. ഒരു വണ്ടി തട്ടി ഒരാൾ റോഡിൽ വീണെടുക്കുന്നുണ്ട്, നമ്മളെ സൈഡ് കൂടെ എടുത്ത് നമ്മൾ പോയി. എല്ലാവരും അങ്ങനെ പോവുകയാണെങ്കിൽ എന്തൊക്കെ അവസ്ഥ? നമ്മൾ പറയും മനുഷ്യത്തെ മരവിച്ചുണ്ടായി. ആൾക്കാർ പറയും ആ മനുഷ്യനെ അത്ര സമയം 1.5 മണിക്കൂർ ആൾ റോട്ടിൽ കിടന്നു, അവസാനം രക്തം വാർന്നു വെച്ചിട്ട് അദ്ദേഹം മരിച്ചത്. ആരെങ്കിലും അദ്ദേഹത്തിന് ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ട് ഒരു രക്ഷപ്പെട്ടേക്കാം എന്നൊക്കെ ആൾക്കാർ പറഞ്ഞു കേൾക്കാം. അതൊരു മനുഷ്യന്റെ ഉള്ളിൽ ഉണ്ടായ സാധനമാണ്. അപ്പൊ നമ്മൾ ആലോചിക്കുക, നരകത്തിന്റെ വഴിയിലേക്ക് മനുഷ്യർ സഞ്ചരിച്ചു കൊടുക്കാൻ. മനുഷ്യർ എന്ന് പറഞ്ഞാൽ ഏതോ ആൾക്കാർ അമേരിക്കയിലാണ് മാത്രമൊന്നുമല്ല. നമ്മളെ പേരയില്ല, നമ്മളെ മൂത്താപ്പൻ്റെ കുട്ടി, നമ്മളെ അറാപ്പൻ്റെ കുട്ടി, നമ്മളെ പെങ്ങളെ കുട്ടി, നമ്മളെ ജ്യേഷ്ഠന്റെ മോൻ, നമ്മളെ അച്ഛന്റെ മോൻ, നമ്മളെ സ്വന്തം ജ്യേഷ്ഠൻ, സ്വന്തം അനുജൻ, സ്വന്തം വളാപ്പ, സ്വന്തം മൂത്താപ്പ, അവരൊന്നും നിസ്കാരമില്ല, ദീനില്ല, ഗഫലത്തിലാണ്. നമുക്ക് വേദന ഇല്ലെങ്കിലോ, നമുക്ക് വേദന ഇല്ലെങ്കിലോ നമ്മൾ പഠിച്ച ഇരുന്നെന്താ? പിന്നെ അവിടെ ഇൽമ് വേറെ, ദഅവത്ത് വേറെ അല്ല. ഒരു മനുഷ്യന്റെ ഉള്ളിൽ വേദന ഉണ്ടാകുക, വേദന ഉണ്ടാവുന്ന കാര്യം ശരിക്കായി ബോധ്യപ്പെടും. വേദന ഉണ്ടാവാനുള്ള മാർഗം എന്താണ്? എങ്ങനെ വേദന ഉണ്ടാവാൻ? 4 കുട്ടികൾ വെള്ളത്തിൽ വീണ് മരിച്ചു. നമ്മൾ ഒരു വാർത്ത വായിച്ചു, പത്രത്തിൽ രാവിലെ വായിച്ചു, എന്നിട്ട് നമ്മൾ അതിന്റെ ഡീറ്റെയിലൊക്കെ വായിച്ചു. അപ്പൊ ഒരു കുട്ടി 12 വയസ്സിലത്, ഒരു കുട്ടി 14 വയസ്സിലത്, ഒരു കുട്ടി 13 വയസ്സിലത്, ഒരു കുട്ടി 10 വയസ്സിലത്. ഒക്കെ ജ്യേഷ്ഠന്മാരാണ്. ഒരാൾ കൂടെ പഠിത്താൽ പഠിക്കാനാണ്, ഞാനോ പഠിക്കാനാണ്. ഞങ്ങൾ 4 ആളും മരിച്ചു. ആ കുട്ടികളെ ഫുഡ് കൊണ്ടുവന്നിട്ട് ജനാദ അയാളെ വീട്ടിന്റെ മുറ്റത്ത് ഇങ്ങനെ കിടത്തിച്ചിട്ട്, കട്ടിൽ ഇങ്ങനെ കിടത്തിയ ആൾക്കാരൊക്കെ നോക്കുന്ന ചിത്രമൊക്കെ പത്രത്തിലുണ്ട്. എന്തൊക്കെ അവസ്ഥ? നമ്മൾ ന്യൂസൊക്കെ വായിച്ച് നമുക്കൊരു ടെൻഷൻ ഉണ്ടാവും. ഇവിടെ എനിക്കാണ് ഈ വാർത്ത വായിക്കണമെന്ന് വിചാരിക്കും. ഒരു വേദന, ഒരു സങ്കടമൊക്കെ കുറച്ചൊക്കെ നമുക്കൊരു അവസ്ഥ. ഇവിടെ 4 കുട്ടികൾ മരിച്ചില്ലേ എന്നൊക്കെ പറഞ്ഞ അതൊരു 10 ആകുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഒരു നമ്മളിങ്ങനെ വേറെ പണിക്കൊക്കെ പോയാലും തീർന്നു, 100 കഴിഞ്ഞ് ആശ്രാമത്തിന് കൊണ്ട് തീർന്നതൊക്കെ കഴിഞ്ഞു. ആ പേപ്പറിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും പറഞ്ഞാൽ, ആരെങ്കിലും പറഞ്ഞ് കരിയേപ്പിൻ്റെ ഇലമാണെന്ന് പറഞ്ഞാൽ കരിയേപ്പിൻ്റെ ഇല ഒടിച്ചു കൊടുത്തു. അതായത് പേപ്പറിൽ പൊന്നാളിയാകുമ്പോൾ വലിച്ചു കയറിയിട്ട് പൊഞ്ഞു കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞു ക്ലാസ്. നേരെ മറിച്ച് അത് വെള്ളത്തിൽ വീണത് എടുത്തു. എടുക്കണത് നമ്മൾ കണ്ടു, നമ്മളെടുത്തതല്ല, ആരോ എടുക്കണത് കണ്ടു, നമ്മളവിടെ നിൽക്കുന്നത് കണ്ടു. അതിനെ കടുപ്പിൽ കണ്ടാൽ രാത്രി ഓർമ്മകളുണ്ടാവുക ചിന്ത, രാത്രി ഓർമ്മകളുണ്ടാവും. കണ്ടാൽ